മധ്യപ്രദേശിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ശിവപുരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഗോളിയാറിന്ന് ഇവിടുന്ന് ഒരു 2 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടുത്തെ കുറേ കാഴ്ചകൾ കാണുന്നു, തിരിച്ചു വരുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ സമയം രാവിലെ 8 മണി. എല്ലാവരും പുറപ്പെടാനായിട്ട് തയ്യാറാകുന്നു, ബസ്സിലോട്ട് കയറുന്നു. അപ്പോൾ നേരെ ശിവപുരി. നമ്മൾ ഗോളിയാറിൽ നിന്ന് നേരെ പോകുന്നത് ശിവപുരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഗോളിയാറിൽ നിന്ന് 2 മണിക്കൂർ എടുക്കും. ഏകദേശം 120 കിലോമീറ്ററോളം ഉണ്ട് ഈ ശിവപുരിക്ക് എത്താൻ വേണ്ടിയിട്ട്. ശിവപുരിയിലാണ് പ്രധാനപ്പെട്ട കുറേ കാഴ്ചകൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ശിവപുരിയിലുള്ള സ്കിൻഡിയ ഛത്രി എന്ന് പറയുന്ന ഒരു സ്മാരകം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും ഒരു സെമിട്രിയാണ്. ശരിക്കും മധ്യപ്രദേശ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കുറേ മരുഭൂമി പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് ഫോറസ്റ്റ് ഏരിയകളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ ശിവപുരി എന്ന് പറയുന്നത്. ഇതേപോലെ കുറേ പച്ചപ്പും വനങ്ങളും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ ഈ ശിവപുരിയിൽ. പിന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. മൺസൂൺ സമയത്തൊക്കെ ശരിക്കും ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ സിന്ധ്യ രാജവംശം ഭരിച്ചിരുന്ന സമയത്ത് അവരുടെ സമ്മർ ക്യാപിറ്റൽ ഈ ശിവപുരി ആയിരുന്നു. അപ്പോൾ ഈ ശിവപുരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സിന്ധ്യ ഛത്രി എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ സിന്ധ്യ രാജവംശത്തിൻ്റെ ഭരണകാലത്ത് സിന്ധ്യ ഭരണാധികാരിയുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫുള്ള് ഗാർഡനാണ് കേട്ടോ. നമ്മൾ ഈ നടക്കുന്ന വഴിയിൽ മുഴുവനും ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ആക്ച്വലി എനിക്ക് തോന്നുന്നു പണ്ട് വാട്ടർ ഫൗണ്ടൈനൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ വെള്ളമൊന്നുമില്ല, എല്ലാം വറ്റിക്കിടക്കാണ്. പക്ഷെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഈ ഗാർഡനൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ സിന്ധ്യ രാജാവായിരുന്ന ജയജി റാവു സിന്ധ്യയുടെ ഛത്രി നമുക്കിവിടെ കാണാം. അത് 1817 അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇത് കണ്ട നല്ല ഡിസൈൻ അല്ലേ? ഇതിൻ്റെ ആ വാസ്തുവിദ്യയൊക്കെ നോക്കിക്കോട്ടെ, ഭയങ്കര ഭംഗിയുണ്ട്. ഛത്രിയുടെ പ്രധാന ഭാഗത്തോട്ട് കയറുന്നതിന് മുമ്പ് നമുക്ക് ചെരുപ്പൊക്കെ അഴിച്ചു വെക്കണം, നല്ല വെയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടോ, കുറേ കാഴ്ചകൾ കാണാൻ കേട്ടോ. കയറി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഈ കാണുന്ന മനോഹരമായ ബിൽഡിംഗ് കണ്ട, ഇത് ശിവാജി റാവു സ്കിൻഡിയ രാജാവിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് മുഴുവനും മാർബിളിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു സ്റ്റാച്ചു നമുക്ക് കാണാം. അതെന്ന് പറഞ്ഞാൽ ശിവാജി റാവു രാജാവിന്റെ മകനായിട്ടുള്ള മാധവ് റാവു സ്കിൻഡിയയുടെയാണ്. അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു കേന്ദ്രമന്ത്രി ആയിരുന്നു കേട്ടോ. നമ്മുടെ രാജീവ് ഗാന്ധിയും അതുപോലെ നരസിംഹറാവുവിന്റെ മന്ത്രിസഭയിലൊക്കെ ഉണ്ടായിരുന്ന ആൾ കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ മകനാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ കേന്ദ്രമന്ത്രിയാണ്. എനിക്ക് ഈ ബിൽഡിംഗ് കാണുമ്പോൾ ആദ്യം ഓർമ്മ വന്നത് താജ്മഹലാണ്. കാരണം അതൊക്കെ മാർബിളാണല്ലോ, ഇതും മാർബിള്. പക്ഷെ എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല. ഇത് കണ്ടോ, ഈ ഇവിടെ കുടത്തിൻ്റെ പടവും കിളികളുടെ പടങ്ങളും, അതായത് വാതിലുകൾക്ക് വരെ ഫുള്ള് ഡിസൈനാണ് കൊടുത്തേക്കണം. ഇത് ജനാലയാണ്. ജനാലയുടെ അടിയിലൊക്കെ വന്നേക്കുന്ന ഡിസൈനുകൾ കണ്ട. എനിക്കിവിടെ പുറത്തായതുകൊണ്ട് ഈ കളറുകൾ ഇത്തിരി മങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നണം. പക്ഷെ ഭയങ്കര ഭംഗിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇത് കണ്ടോ, ശരിക്കും ഈ ഒരു സംഭവം കണ്ടോ. അതുപോലെ ഇത് കണ്ടോ, ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് ആനയുടെ തുമ്പിക്കയുടെ ഡിസൈനാണ്. ആനയുടെ തുമ്പിക്കൈ നിൽക്കുന്ന രീതിയിലുള്ള ഡിസൈനുകളാണ്. ഇത് നമുക്ക് പല സ്ഥലത്തും കാണാം കേട്ടോ. ഈ ഗോളിയാറിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയപ്പോൾ അവിടുത്തെ പാലസിലൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ അതാണ് അത് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇത് മറ്റേ താജ്മഹലിൽ മറ്റേ സൈഡിൽ ഗോപുരങ്ങൾ നിൽക്കുന്ന പോലെയുണ്ട്. ഇതിൻ്റെ കളറും ഭംഗിയത് നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. ചിലപ്പോൾ ഉള്ളിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഉള്ളിൽ എന്തൊക്കെയോ ഗോൾഡോ എന്തോ സംഭവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. ഈ പ്രാവൊക്കെ ഇരിക്കുന്നു. ഇത് കണ്ട, ഇതൊക്കെ വാതിലാണ്, അതും മാർബിളിൽ. പിന്നെ ഈ വള്ളിയും വയറൊക്കെ പുതിയ കാലത്ത് വന്നതാണ്. മൊത്തം വയറൊക്കെ ഇട്ട് അലമ്പാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു വാതിൽ കാണാം. ഈ തണലത്തേക്ക് വരുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ, കൂളിംഗ് ആണ്. വെയിലത്ത് നിന്നിട്ടേ കാല് പൊള്ളിയിട്ട് പാടില്ല. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കുകയാണ് എങ്ങനെയാണ് കാഴ്ചകളെന്ന് നോക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ ഗോൾഡ് സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. നോക്കാം. പുറത്താണെങ്കിൽ നല്ല ചൂടാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നല്ല കൂളിങ്ങാണ്. ഇങ്ങനെ ഈ മാർബിളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. നോക്കി, പക്ഷേ എയർ പാസേജ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചത് കണ്ടോ, ഇവരെന്ത് പണിതാലും അതിന് നല്ല രീതിയിൽ എയർ പാസേജ് കൊടുത്തിട്ടാണ് പണ്ടുള്ളവർക്ക് ബിൽഡിങ് പണിയാണ്. പുറത്തെ പോലെ തന്നെ അകത്തും ഫുള്ളും വർക്കുകളാണ്. ഇത് കണ്ടോ, പെയിൻറ്റിങ്സൊക്കെ നോക്കി. ശരിക്കും ഇത് താജ്മഹൽ തന്നെ ഉണ്ടോ ഓർമ്മ വരാ കണ്ടു കഴിഞ്ഞാൽ. ഏകദേശം ആ മാർബിളൊക്കെ കണ്ടിട്ടെ ഇവിടെയൊക്കെ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. റെഡും ചെറിയൊരു യെല്ലോയിഷും കളറായിട്ടുള്ള ലൈറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തേക്കണം. അതിൻ്റെ ടോപ്പിലും കുറേ ഡിസൈനുകൾ കാണാം. ഇവിടെ ഗണപതിയുടെ ഒരു പ്രതിമ കാണാം കേട്ടോ, എല്ലാം മാർബിളിൽ ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ നന്ദിയുടെ ഒരു പ്രതിമ കാണാം. പിന്നെ ഈ ഗ്രില്ലിൻ്റെ അപ്പുറത്താണ് രാജാവിൻ്റെ പ്രതിമ വെച്ചിരിക്കുന്നത്. അവിടെ ഒരു ശിവലിംഗവും കാണാം കേട്ടോ. ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇതൊരു ഡോറാണ് ഈ കാണുന്നത്, പക്ഷെ അതും മാർബിളിൽ ചെയ്തിട്ടുള്ളതാണ്. നോക്കി, എൻ്റെ മോനെ അടിപൊളി. ഇത് പക്ഷേ ഇരുമ്പിൻ്റെ വാതിലാണേ, ഇരുമ്പല്ലേ.
ലോഹമാണ്, ഇരുമ്പാണോ അല്ലെങ്കിൽ വേറെ വല്ലതാണോ അറിഞ്ഞില്ല. അതുപോലെ ഇവിടെ ഫാനുണ്ട്. ഇത് പഴയ കാലത്ത് തന്നെ ആവാനാണ് സാധ്യത, കാരണം ഇവിടെ പഴയത് കാണാറുണ്ട്. അത് ഇന്ന് വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു. പക്ഷെ ഫാനിൽ ഒരു ഡിസൈൻ അടിപൊളി അല്ലേ. ഈ പുറത്ത് ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണോ അതുപോലെയൊക്കെ തന്നെയാണ് ഈ അകത്തും ചെയ്തിരിക്കണം. ഭയങ്കര ഭംഗിയില്ല, ഒരു രക്ഷയില്ല. അത് ഇവിടെ പുതിയ കാലത്തെ വയറിംഗ് ഒക്കെ ഉണ്ട്, അതിപ്പോൾ വന്നാണ്. ഈ വാതിലേ ഇരുമ്പൊന്നുമല്ല, ഇത് സ്റ്റീലാണ് കേട്ടോ. സ്റ്റീലിലുണ്ടാക്കിയ വാതില. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്കൊരു ബിൽഡിങ് എവിടെ കാണാൻ പറ്റില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് അങ്ങോട്ട് പോകട്ടെ. അത് അമ്മയുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇത് മകൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്ങാണ്. ഇവിടെ താഴത്തെ ടൈലുകളും അല്ലെങ്കിൽ മാർബിള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ചെരുപ്പില്ലാണ്ടാണല്ലോ നമ്മൾ ഇതിൽ കൂടെ നടക്കണം. കാല് പൊള്ളിയിട്ടൊരു സീനാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു, കാരണം ഞാൻ ഷൂ ഇട്ടുകൊണ്ട് സോക്സ് ഇട്ടിട്ടുണ്ട് കാലിൽ. അത് സോക്സ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ ചെരുപ്പിട്ട് നടക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സീനാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പിൽ ചെറിയൊരു തടാകം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മൊത്തം പൂപ്പലൊക്കെ പിടിച്ച് പായലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് അതിൻ്റെ നടുക്ക് കൂടി അങ്ങോട്ട് പോയി നോക്കാം. നടുക്ക് കൂടി പോകാൻ ഒരു വഴി കിടപ്പുണ്ട്. ഈ കുളത്തിൽ മീനുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, മൊത്തം പായലുണ്ടോന്നും കാണില്ല. ഈ സൈഡിലൊക്കെ ഇവിടെ ഇത് കണ്ടോ, മീനിൻ്റെ പിക്ചറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് താമരയുടെ പിക്ചർ. നമ്മൾ പയ്യെ അങ്ങോട്ടേക്ക് നടക്കാണ്ട്. അപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ ആദ്യം നിർമ്മിച്ച സ്മാരകം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മൾ നേരത്തെ കണ്ട ശിവാജി റാവുയുടെ അമ്മയാണ് ജിജിബായി എന്ന് പറയുന്ന സിന്ധ്യ രാജകുടുംബത്തിലെ റാണി. അപ്പോൾ ആ ഒരു റാണിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച സ്മാരകമാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് പോകുമ്പോഴുള്ള കാഴ്ച കണ്ടി കാണും. എൻ്റെ അമ്മോ, എല്ലാ സ്ഥലവും കിടിലൻ ആംബിയൻസ് ആണ്, ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കാണുന്നത് കണ്ടോ, ഒരു ഗോൾഡൻ കളർ ഉണ്ടോ. ആ കളർ മാത്രമല്ല, അത് ഗോൾഡാണ് കംപ്ലീറ്റ്ലി. അത് ഗോൾഡ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു പ്രതിഷ്ഠ പോലെ ഈ റാണിയുടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് സിന്ധ്യ രാജകുടുംബത്തിലെ അന്നത്തെ റാണി. ഞാനിങ്ങനെ നടക്കുമ്പോൾ ഒരു ബോർഡ് കണ്ടേ, വലിയൊരു മരം. ഇതെന്താ സംഭവം എന്ന് അറിയാമോ? 125 വർഷം പഴക്കമുള്ള ബിഗ്ഗസ്റ്റ് കടം ട്രീ ഓഫ് ഇന്ത്യയാണ്. കടം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് കണ്ട, ഇതിന് മഹാവൃക്ഷ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട് 1996. ഓ അടിപൊളി. മഹാവൃക്ഷ പുരസ്കാരം കിട്ടിയ വേറൊരു മരത്തിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? നമ്മുടെ പാലക്കാട് പോയപ്പോൾ പറമ്പിക്കുളത്ത് വലിയൊരു തേക്ക് മരമുണ്ട്, ഏറ്റവും വലിയ തേക്ക് മരം. ആ ഒരു മരത്തിനും മഹാവൃക്ഷ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബിഗ്ഗസ്റ്റ് കടം ട്രീ ഓഫ് ഇന്ത്യ. 125 വർഷം പഴക്കം. ഹൈറ്റ് 20.7 മീറ്റർ കേട്ടോ. അപ്പോൾ നമ്മൾ സ്കിന്ദിയ രാജാക്കന്മാരുടെ സ്ഥലമൊക്കെ കണ്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. യെസ്, ഹലോ. ഇതൊരു ഫോർട്ടാണ് കേട്ടോ. ആക്ച്വലി നാഷണൽ പ്രൊട്ടക്റ്റഡ് മോണ്യുമെൻ്റ് ആണ്. ചെറിയൊരു ഫോർട്ടാണ്. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ വലിയ ഫോർട്ടൊക്കെ അല്ല. അതായത് മറ്റേ ഗോളിയാർ ഫോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ ചെറിയൊരു പതിപ്പ്, എന്നാലും പഴയ കാലത്തെ ഫോർട്ട് തന്നെയാണ്. അപ്പോൾ ഇതിനെ സുറുവായ ഗാഡി എന്നാണ് കേട്ടോ പറയുന്നത്. സുറുവായ ഗാഡി അല്ലെങ്കിൽ സുറുവായ ഫോർട്ട്. നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ്. കുറച്ച് സ്ത്രീകൾ ഇങ്ങനെ വരുന്നത് കണ്ടു. എനിക്ക് തോന്നുന്നത് ഇവര് ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളായിരിക്കാം. ഒരു കൊട്ടയൊക്കെ ആയിട്ടാണ് ഇവര് പോകുന്നത്. അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് പോകുന്നതായിരിക്കാം. എന്തായാലും നമ്മളെ കടന്ന് അവരങ്ങ് പോയി. നമുക്കിനി കോട്ടയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. സുറുവായ ഫോർട്ട്, ഇതിനെ സുറുവായ്ക്ക് ഗർഹി എന്നും പറയും കേട്ടോ. മധ്യപ്രദേശിന്റെ പൈതൃകം എന്താണെന്ന് വ്യക്തമാക്കി തരുന്ന ഒരു പുരാതന ശേഷിപ്പുകളൊക്കെയാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ സുറുവായ ഫോർട്ട് എന്ന് പറയുന്നത്, അതായത് സുറുവായ്ക്ക് ഗർഹി എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മഠമായിരുന്നു. അതിനൊരു കോട്ടയും കൂടി ഉണ്ടായിരുന്നു. അതിന്റെ എല്ലാം അവശേഷിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇന്നിത് വളരെ മനോഹരമായിട്ട് സംരക്ഷിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് കേട്ടോ. അന്നത്തെ കാലത്ത്
ഈ കല്ലുകളൊക്കെ മുറിക്കാനും അതുപോലെ അതൊക്കെ രൂപപ്പെടുത്താനും വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നു. ആ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ കൊത്തിയെടുത്തെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് ഈ സുറുവായ എന്ന് പറയുന്നത്. അത് ഈ മട്ടമയൂര ശൈവ വിഭാഗത്തിന്റെ ഒരു പ്രധാന കേന്ദ്രം കൂടിയായിരുന്നു കേട്ടോ ഈ ഒരു പ്രദേശം. ഒരു ചെറിയ കോട്ടയും അതിനുള്ളിൽ വാസ്തുവിദ്യ വൈഭവവും സമ്മേളിക്കുന്ന ഒരു ചരിത്ര നിർമ്മിതികളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ആക്രമണങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് ഈ ക്ഷേത്രങ്ങളെയും അതുപോലെ ഈ പ്രദേശമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോട്ട ചുറ്റും ഇവർ നിർമ്മിച്ചിരുന്നത്. ഇവിടെ ക്ഷേത്രങ്ങളുണ്ട്, അതുപോലെ ഒരു കുളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഭാഗം, പിന്നെ ഒരു മൊണാസ്ട്രി, അങ്ങനെ പല ഭാഗങ്ങളും ഇതിന്റെ ഉള്ളിലുണ്ട്. ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളാണ്. അതുമാത്രമല്ല ഈ പുരാതന ഹൈന്ദവ ആചാരങ്ങൾ നടത്തിയിരുന്ന യാഗപീഠങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോർട്ടിന്റെ ഉള്ളിൽ കാണാൻ സാധിക്കും. ഇവിടെ ഉള്ളത് ചെറിയ ക്ഷേത്രങ്ങളാണെങ്കിലും ക്ഷേത്രത്തിലെ ശില്പങ്ങളും കൊത്തുപണിയൊക്കെ അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളും നിർമ്മിതികളും കൊത്തുപണികളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്ന് ഇന്ത്യൻ ആർക്കിയോളജിക് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഈ ഒരു കോട്ടയും ക്ഷേത്രങ്ങളൊക്കെ സംരക്ഷിച്ച് വരുന്നത്. ഇതിന്റെ ഉള്ളിൽ നല്ല പൂന്തോട്ടങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഈ ഒരു പരിസരം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പുരാതന കാലത്തെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസമൊക്കെ നൽകിയിരുന്ന ഒരു ചരിത്ര സ്ഥലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 അമ്പലങ്ങളുള്ളതിൽ ഒരെണ്ണമാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടുത്തെ കൊത്തുപണിക്ക് നോക്കി, ഇത് കണ്ടോ, ചെറിയ അമ്പലമാണ്. ഇത് ശരിക്കും വിഷ്ണുവിന് വേണ്ടിയിട്ടായിരുന്നു ഈ അമ്പലം ഉണ്ടായിരുന്നത്. ഇപ്പം നിലവിൽ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല കേട്ടോ, മൊത്തം എംപ്റ്റിയാണ് കണ്ടോ. അപ്പോൾ ആദ്യം വിഷ്ണുവിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് ശിവന് വേണ്ടിയിട്ട് അത് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്, മാറ്റപ്പെട്ടു ഒരുപാട് കാലത്തിന് ശേഷം. അതുപോലെ ഇതിൻ്റെ കവാടത്തിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് കൊത്തുപണികളൊക്കെ കാണാം കേട്ടോ. അത് കണ്ടോ, ഒരു രക്ഷയില്ല, ഭയങ്കര രസമുണ്ട് ഈ പഴയ സംഭവങ്ങളൊക്കെ കാണാനായിട്ട്. ഇതിൻ്റെ തലഭാഗങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനെ പൂർണ്ണകലശ എന്നാണ് പറയുന്നത് ഈ ഭാഗത്തിന്. കണ്ടോ, പൂർണ്ണകലശ എന്ന് പറയുന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഇത് തോരണമാണ്. കണ്ടോ, തോരണത്തിൻ്റെ ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ക്ഷേത്രം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല, എല്ലാം എംപ്റ്റിയാണ്. കണ്ടോ, മൂന്നാമത്തെ ക്ഷേത്രമാണ് ആ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതും ഇവിടെയുള്ള കുറച്ച് വലിപ്പം കൂടുതലുള്ളതും ആ ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ വേറൊരു സംഭവം കാണാം. ഇത് കണ്ടോ, ഇവിടെ ശരിക്കും ഒരു കിണറുണ്ട്. കിണറെന്ന് പറയാൻ പറ്റില്ല, ഒരു കുളമാണ് ആക്ച്വലി. അതിനകത്ത് വെള്ളം കാണാതെ പൂട്ടിയിട്ടൊക്കെ കണ്ടോ, താഴത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ ഒരു കുളമുണ്ട്. ഇവിടെയാണ് സന്യാസിമാർ, അന്നത്തെ കാലത്ത് സന്യാസിമാർക്ക് കുളിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ടെമ്പിൾ. ഇതിനകത്താണ് കൂടുതൽ കൊത്തുപണികളൊക്കെ ഉള്ളത്. ഭയങ്കര ഭംഗിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. ടെമ്പിൾ നമ്പർ 1 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പുള്ള 2 ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ പ്രധാന ക്ഷേത്രത്തിൽ ഒരുപാട് കൊത്തുപണികളുണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ ഫ്രണ്ടിലൊക്കെ. പക്ഷേ എല്ലാത്തിനും തലയൊക്കെ എനിക്ക് കൊണ്ട് പിൻകാലത്ത് തകർത്ത് കളഞ്ഞാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പോയതായിരിക്കും കാലപ്പഴക്കം കൊണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശിവക്ഷേത്രമാണ് കണ്ടോ. അതായത് ഇത് ആദ്യകാലത്ത് വിഷ്ണുവിൻ്റെ പേരിലൂടെ സമർപ്പിക്കപ്പെട്ട ക്ഷേത്രമായിരുന്നു. പിന്നീട് അത് ശിവക്ഷേത്രമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. കണ്ടോ, ഒരു രക്ഷയില്ല. ഇവിടുത്തെ കൊത്തുപണിയൊക്കെ നോക്കി. ഇതിന് ഇതിൻ്റെ ടോപ്പ് ഉണ്ടോ, അടിപൊളി അല്ലേ. ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കല്ലൊക്കെ നോക്കി, കല്ലിലാണ് ഈ ഇത് സെറ്റ് ചെയ്തേക്കണം. എൻ്റെ അമ്മ, അടിപൊളി കേട്ടോ. ഈ രക്ഷയിൽ എത്ര വർഷം മുമ്പുള്ളതാണല്ലേ, 8ാം നൂറ്റാണ്ടെന്നൊക്കെ പറയുമ്പോഴേ. അങ്ങനെ വലിയൊരു ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളും കണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ശരിക്കും ആലോചിച്ച് നോക്കിയാൽ പഴയ കോളേജാണ്. പഴയെന്ന് പറയുമ്പോൾ പുരാതന കാലത്തെ കോളേജ് അങ്ങനെ പറയുന്നതായിരിക്കും കറക്റ്റ്. അപ്പോൾ നമ്മളത് വലിയ കവാടമൊക്കെ ഉണ്ട്. കവാടമൊക്കെ കിടന്നിട്ട് നമ്മൾ തിരിച്ച് ബസ്സിലോട്ട് പോകുന്നു. ഇനി ഭക്ഷണം കഴിക്കുന്നു, അടുത്ത സ്ഥലത്തോട്ട് പോകുന്നു. അതാണ് അടുത്ത പരിപാടി. അടുത്തത് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു നാഷണൽ പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ശിവപുരി പട്ടണത്തിന് സമീപം തന്നെയുള്ള ഒരു നാഷണൽ പാർക്കാണിത്. ഇത് വിന്ധ്യൻ മലനിരകളുടെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഒരു മാധവ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഈ മുഗൾ ചക്രവർത്തിമാരും അതുപോലെ ഗോളിയോറിലെ മഹാരാജാക്കന്മാരൊക്കെ വേട്ടയാടാൻ വേണ്ടിയിട്ട് വന്നിരുന്ന ഒരു പ്രധാന സ്ഥലമാണ് ഈ ഒരു മാധവ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. പണ്ട് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ ഈ ഒരു ശിവപുരിയിലെ ഈ ഒരു പ്രദേശത്ത് വന്നിട്ട് ആനക്കൂട്ടങ്ങളെ പിടികൂടിയതായിട്ട് വിശ്വസിക്കപ്പെടുന്നുണ്ട്. 1958 ഈ ഒരു പ്രദേശത്തിന് ദേശീയ ഉദ്യാനത്തിന്റെ പദവി ലഭിക്കുന്നത്. ഈ ദേശീയോദ്യാനം ഏതാണ്ട് 355 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ്. തടാകങ്ങളും വനങ്ങളും പുൽമേടുകളൊക്കെ അടങ്ങുന്ന വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ കുറേ മൃഗങ്ങളുണ്ട് കേട്ടോ. നമുക്ക് മാനകളെയും കുരങ്ങളെയൊക്കെ കാണാൻ വഴിയിൽ. അതുപോലെ പുള്ളിപ്പുലിയുണ്ട്, ചെന്നായുണ്ട്, കുറുക്കനുണ്ട്, കാട്ടുപന്നിയുണ്ട്, മുള്ളംപന്നിയുണ്ട്, പെരുമ്പാമ്പുണ്ട്. പിന്നെ ഈ സാമ്പാർ എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് മാനുണ്ട്. അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും.
അപ്പോൾ ഇത്തരത്തിലുള്ള മൃഗങ്ങളെയാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ ഒരു കാട്ടിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഒരുപാട് ദേശാടന പക്ഷികളൊക്കെ വരുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുപോലെ ഈ ദേശീയോദ്യാനത്തിൽ നിരവധി ചെറിയ കുളങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഏറ്റവും വലിയ ജലശേഖരം എന്ന് പറയുന്നത് സാംഗ്യസാഗർ എന്ന് പറയുന്ന ഒരു ജലസംഭരണിയാണ്. അത് ഈ മാധവറാവ് സിന്ധ്യ രാജാവ് അദ്ദേഹത്തിൻ്റെ വേട്ടയാടൽ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് നിർമ്മിച്ച ആ ഒരു ജലസംഭരണിയാണ്. അതുപോലെ മാധവ് തടാകമെന്നും മാധവ് സാഗർ എന്നൊക്കെ അറിയപ്പെടുന്ന രണ്ടാമത്തെ ചെറിയ ജലസംഭരണിയും കൂടി അദ്ദേഹം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ 1972 മുമ്പ്, അതായത് വന്യജീവി സംരക്ഷണ നിയമമൊക്കെ വരുന്നതിന് മുമ്പ് അദ്ദേഹം നിർമ്മിച്ച ഒരു വ്യൂവിംഗ് ലോഞ്ച് ഈ സംഖ്യാസാഗർ തടാകത്തിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പഴയ കാലത്ത് ഇവിടെ വന്നിട്ട് തോക്കും ക്യാമറയൊക്കെ ആയിട്ട് വന്നിട്ട് വന്യജീവികളെ അവിടെ നിന്നിട്ട് വെടിവെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു നാഷണൽ പാർക്കിന്റെ ഉള്ളിൽ ഒരു നിർമ്മിതിയുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ജോർജ് കാസിൽ കൊട്ടാരമാണ്. ഇതെന്ന് പറഞ്ഞാൽ 1911 ഇംഗ്ലണ്ടിലെ ജോർജ് 5 രാജാവിന് വേണ്ടിയിട്ട് അക്കാലത്തെ ഗോളിയാറിലെ ഭരണാധികാരിയായിരുന്ന മാധവ് റാവു സിന്ധ്യ, പേര് മാറിപ്പോയി, അതായത് മാധവ് റാവു സിന്ധ്യ അല്ല, അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന മാധവ് റാവു സിന്ധ്യയാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചത്. ബ്രിട്ടീഷ് രാജാവായിരുന്ന ജോർജ് 5 രാജാവിന് രാത്രി താമസിക്കാൻ വേണ്ടിയിട്ട് പണിത ഒരു കോട്ടയാണിത്. ഈ ജോർജ് 5 രാജാവ് ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിൽ കടുവേനെ വെടിവെക്കാനായിട്ടൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ രാജാവ് ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കടുവേനെ വെടിവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജോർജ് 5 രാജാവ് പിന്നീട് ഇവിടെ വന്നില്ല. പക്ഷെ ഈ ഒരു സ്ഥലത്തിന്, ഈ ഒരു കോട്ടയ്ക്ക് ജോർജ് കാസിൽ അങ്ങനെ പേര് വന്നു. ഇപ്പോൾ ചില അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിലും ഇത് ബെൽജിയം ഗ്ലാസ് ജനാലകളും ഒക്കെ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചതാണ്. അതുപോലെ ഇറ്റാലിയൻ ടൈൽ ഫ്ലോറിംഗ് ആണ് ഇത് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും ഒരു ഇംഗ്ലീഷ് ശൈലിയിലുള്ള ഒരു കോട്ടയാണ്. അതായത് ഒരു യൂറോപ്യൻ മാതൃകയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോട്ടയാണ്. ഇതിൻ്റെ ഉള്ളിലെ സൗകര്യങ്ങളും അത്തരത്തിലുള്ളതാണ്. ശരിക്കും ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ മാധവ് ദേശീയ ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ജോർജ് കാസിൽ ശരിക്കും നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നൊരു 1587 അടി ഉയർന്ന പ്രദേശത്താണ്. അതായത് ഈ ഒരു മാധവ് നാഷണൽ പാർക്കിന്റെ ഏറ്റവും ഉയർന്ന പ്രദേശത്താണ് ഈ ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ചുറ്റും നല്ല മനോഹരമായ ഈ ഒരു നാഷണൽ പാർക്കിന്റെ കാഴ്ചകൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ജോർജ് കാസിൽ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളും പരിപാടികളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഗോളിയാറിലേക്ക് പോവാണ്. അങ്ങനെ സമയം രാത്രി 8 മണി. നമ്മൾ ഹോട്ടലിലോട്ട് തിരിച്ചെത്തി. ആകെ സീരാട് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രശ്നമുണ്ടായി. ഈ ചൂടും പിന്നെ AC വണ്ടി അങ്ങനെ മാറിയപ്പോൾ തൊണ്ടക്ക് 2 ദിവസം തൊട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ വീഡിയോ സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ഫ്ലാസ്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചൂടാതെ കുടിച്ച് ശരിയാക്കണം. കോൾഡൊക്കെ അടിച്ചിരിക്കുകയാണ്. ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ശരി.